എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കേണ്ട എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും നമ്മുടെ ആത്മാവ് നെടുവീർപ്പുകളാൽ, അവാച്യമായ നെടുവീർപ്പുകളാൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടാണ് ചിലപ്പം പ്രാർത്ഥിക്കാത്തവർക്കും അനുഗ്രഹം കിട്ടുന്നത്. പക്ഷെ അത് അവരറിയുന്നില്ലല്ലോ. ആത്മാവ് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന അവാച്യമായ നെടുവീർപ്പ്. കാര്യം എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരു നെടുവീർപ്പുകളാൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവാ. നീ മാമോദിസ സ്വീകരിച്ചുകൊണ്ട്. പക്ഷെ അതിലേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനെ നൽകി അതിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ജീവിതം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നത്. വീണ്ടും ഉജ്ജ്വലിപ്പിക്കുക. നമ്മളിൽ ആ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുമ്പോൾ ഒരു അന്ധകാര ശക്തികളും നമ്മളെ തൊടുകയില്ല. ഇവിടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിലെ 24-ാമത്തെ തിരുവചനമാണ്. അവിടെ കുറച്ചു ഭാഗമേ ഞാൻ നിങ്ങൾക്ക് അതിന്റെ എഴുതി വിട്ടുള്ളൂ. അതിന്റെ ബാക്കി ഭാഗം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. പുറപ്പാട് എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 24 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അർപ്പിക്കപ്പെടുന്ന ബലിപീഠം ഒന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മണ്ണുകൊണ്ടുള്ള ഒരു ബലിപീഠം എന്ന് പറഞ്ഞാല് നമ്മൾ ആരാണ്? ശരിക്കും നമ്മൾ ആരാണ്? നമ്മളൊക്കെ മൺകൂടാരമാണ്. അപ്പം ബലിപീഠം ആരാണ്? ഞാനും നിങ്ങളുമാണ്. നമ്മളിലാണ് ബലിയർപ്പണം നടക്കേണ്ടത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ അവിടെ ഇവിടെയൊക്കെ പോയി ബലിയർപ്പിക്കുന്നു. ശരി, അത് നല്ലതാണ്, അത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ബലിയർപ്പണം എന്ന് പറയുന്നത് എന്നിലാണ്. എന്നിൽ അത് അർപ്പിക്കണം, എന്നിൽ നടക്കണം ബലിയർപ്പണം. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നടന്നാലാണ് ദൈവം അനുഗ്രഹം നിനക്ക് വാരിക്കോരി തരുന്നതെന്നുള്ള ആ ലക്ഷ്യസ്ഥാനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ കാൽകുത്ത ബലിയിലൊക്കെ നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബലിയർപ്പണത്തിന് പോകും. നല്ലത് തന്നെയാണ്. കാര്യം ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്. ഗാൽഗുൽത്തായില് ഞാൻ 3 ആളുകളിൽ നിങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്നുള്ള ആ പ്രത്യാശയും ആ പ്രതീക്ഷയും ആ വിശ്വാസവും നമ്മൾ നിലനിർത്തണം. അത് സത്യമാണ്. പക്ഷെ ദൈവം പ്രസാദിക്കുന്ന ഒരു ബലിപീഠം നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് സീറോ മലബാറുകാര് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അതിന് പറയാണ് പൗലോസ് ബ്രദറെടുത്തവൻ, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം. നവം ഒരു പീഠം ഒരുക്കുന്നത് എവിടെയാണ്? അതാണ് പുറപ്പാട്. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് 24 പറയുന്നത്, നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം. ഞാനത് ചിലപ്പോ ഓർത്തു പോവുകയാണ്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അത് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് എപ്പോഴും ഓർത്തു പോവുകയാണ്. കാര്യം നമുക്ക് മൺകൂടാരത്തിലാണ് നമുക്ക് ദൈവം തന്നേക്കുന്ന നിധി. അത് മൺകൂടാരത്തിലാണെന്ന്. അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. മൺകൂടാരത്തില് 2 കൊരിന്ത്യസ് 4-ാം അധ്യായത്തില് അതിന്റെ ഹെഡിങ് തന്നെയുണ്ട്, മൺപാത്രത്തിലെ നിധി. നമ്മുടെ ഈ ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയാണ് പ്രിയമുള്ളവരെ. ഇത് മണ്ണിലേക്ക് തന്നെ പോകും. അപ്പൊ മൺകൂടാരത്തില് ദൈവം തന്നേക്കുന്ന വലിയൊരു നിധിയാണ് നമ്മുടെ ആത്മാവ്. അതുകൊണ്ടാണ് പറഞ്ഞു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്താ പ്രയോജനം? നീ ലോകത്ത് മുഴുവനും അടിച്ചു വാരി കൂട്ടി കമ്പനികളും അല്ലെങ്കിൽ 2 നിലയും 3 നിലയും ബംഗ്ലാവുകളൊക്കെ ഉണ്ടാക്കിയാലും, വീടോട് വീട് ചേർത്ത് സ്ഥലത്തിനോട് സ്ഥലം ചേർത്ത് പണിതാലും, മക്കളെ ഉന്നത തലങ്ങളിൽ ജോലിക്ക് പോയി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോയി എന്നാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവൻ നേടിയെടുത്തതൊക്കെ വെറുതെയായി പോയി. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയുള്ള ജീവിതമാണെങ്കിൽ അവന് എന്ത് പ്രയോജനം? അവന് എന്ത് പകരം കൊടുക്കും? അതുകൊണ്ടാണ് ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങളിലാണ് ഇന്ന് പലരും കുടുങ്ങിക്കിടക്കുന്നത്. ലൗകിക കാര്യങ്ങൾ നടന്നാൽ മതി, ലോക കാര്യങ്ങൾ മതി. പിന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധ കുറവാ പല വ്യക്തികൾക്കും. നമുക്കല്ല, നിങ്ങൾ നല്ല മക്കളാ, വേറെ ഇല്ലെങ്കിൽ നല്ല മക്കളാ. വേറെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കേൾക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മൺകൂടാരത്തിന്റെ മണ്ണിന്റെ ഈ ലോകത്തിന്റെ മൺകൂടാരം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് എടുത്ത മണ്ണ, അത് മണ്ണിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനുഷ്യരായ നമ്മളെ മണ്ണിനോട് ഒരു ചായ്വുണ്ട്, അതായത് ഈ ലോകത്തോടൊരു ചായ്വുണ്ട്. പക്ഷെ അതിൽ ഉള്ളിൽ നിവേശിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ
ദൈവത്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ പ്രിയമുള്ളവരെ ഓർത്തുകൊള്ളുക, നീ എന്തെല്ലാം വാരിക്കൂട്ടിയാലും എന്തെല്ലാം നീ ഉണ്ടാക്കി വെച്ചാലും ഒരു നിമിഷം കൊണ്ട് അത് പോകാനുള്ളതേ ഉള്ളൂ. നീ ഈ മൺകൂടാരം വിട്ടു പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. അതുതന്നെ പാട്ടുകാരൻ പാടുന്നത്. ഈ മൺകൂടാരം വിട്ട് നമ്മൾ പോകേണ്ട ഒരു സമയമുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ ലോകം മുഴുവൻ നേടിയെടുത്തത് എവിടെ പോയി? നീ വെറും കൈയോടെ പോകേണ്ട ഒരു നിമിഷം വരും. അല്ലയോ ധനികനായ ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോകും? അതുകൊണ്ടാണ് ഈ നിധി നമ്മുടെ മൺകൂടാരത്തിലാണ് ദൈവം തന്നേക്കുന്നത്, മൺകൂടാരത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയില് നാം ഭയമുള്ളവരായി ഭയഭക്തിയോട് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കാൻ നിശ്ചയമായിട്ടും പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 24 നമ്മൾ കടന്നു വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ടുള്ള ഒരു ബലിപീഠം ഉണ്ടാക്കണം. അത് നിങ്ങളാണ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിലാണ് ബലിയർപ്പണം നടക്കേണ്ടത്. എന്താണ് ബലിയർപ്പണം? ഞാൻ സ്വയം ശൂന്യനാകണം. ഞാൻ ആരായിരുന്നാലും, നീ എത്ര ഉന്നതനായിരുന്നാലും, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 30-ാമത്തെ തിരുവചനം പറയുന്നു. പ്രഭാഷകൻ 3:18 നമ്മൾ വായിച്ചാലും പറയാം. 18 മതി. 3:18 സിറാഖ് ചാപ്റ്റർ 3:18 പറയുന്നുണ്ട്, നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം നീ വിനീതനാകുക. അപ്പൊ നിന്റെ ശരീരത്തില് നീ ഏത് അധികാരത്തിലിരുന്നാലും എല്ലാം വിട്ട് ഒരു നാള് പോകേണ്ട സമയമുണ്ട്. കാരണം നിന്നിലെ ഈ അധികാരങ്ങളും ഇതുമെല്ലാം നിവേശിപ്പിച്ചത് നിന്റെ മൺകൂടാരത്തിലാണ്. ഈ മൺകൂടാരം മണ്ണിനോട് മണ്ണാകേണ്ടിയാണ്. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ വീണ്ടും പോകും. നീ പൊടിയിലേക്ക് തന്നെ പോകും. ആ ഒരു ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുക. എല്ലാം ഉണ്ട്, ഞാൻ ഒരുപാട് നാള് വെട്ടിക്കൂട്ടി ഇവിടെ താമസിക്കും എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്തെ ശരീരം ജീർണിച്ച് പുഴുവരിച്ച് ഒന്നുമില്ലാതായാലും ഈ ലോകത്തെ വെട്ടിപ്പെടുത്തുവാൻ, ഈ ലോകത്തെ പിടിച്ചു പറ്റുവാനായിട്ട് തട്ടോട്ട് ഓടുമ്പോൾ ഓർത്തുകൊള്ള, ജീവിച്ചിരിക്കെ തന്നെ നീ ജീർണിച്ച അവസ്ഥയിലാണെന്ന് പറയുന്നത്. ഈ ശരീരത്തിലെ മൺകൂടാരത്തിലെ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നിന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കണമെങ്കിൽ, നിന്റെ ആത്മാവ് നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ ജീവിച്ചിരിക്കെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. മരണം വരുമൊരു നാൾ, ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നാം അലസത കൂടാതെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ ഒരാൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന അവസരങ്ങളെ തിന്മ ചെയ്ത് ജീവിക്കാതെ നന്മ ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം കൊഞ്ഞട്ടിയായിട്ട് മാറുക. പ്രിയമുള്ളവരെ, ദൈവസന്നിധി അടുത്ത വചനം പറയാണ്, മൺകൂടാരം കൊണ്ട് നീ ഒരു ബലിപീഠം ഉണ്ടാക്കണം. അവിടെയാണ് ബലിയർപ്പണം നടക്കണ്ടേ. അപ്പൊ നമ്മളിലാണ് ബലിയർപ്പണം നടക്കേണ്ടത്. ദൈവത്തിന് ഇഷ്ടം അതാ. കാര്യം ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ട്. നീ ഒരു ബലി പീഠം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അവിടെ അതൊരു ബലിയാണ്. ഞാൻ എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ബലിയാണ്. അത് കഴിഞ്ഞ് ഞാൻ യാഗമാകണം. അതായത് ഞാൻ ഉരുകി, ഞാൻ ഇല്ലാതായിക്കൊണ്ട് മറ്റുള്ളവർക്ക് ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ തടസ്സമായി ഞാൻ നിൽക്കുകയോ അല്ലെങ്കിൽ നന്മ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ആ ബലി യാഗമാകുന്നില്ല. മൂന്നാമത് നമുക്കറിയാം, ആ ബലിയർപ്പണം യാഗമാകട്ടെ. നീ തന്നെയാണ് ബലിവസ്തു, നീ തന്നെയാണ് യാഗപീഠത്തിന്റെ അറക്കപ്പെടേണ്ട ഒരു ദൈവ കുഞ്ഞാട് നീയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടണം നിന്റെ ജീവിതം, നിന്റെ സമയം, നിന്റെ എല്ലാം. കാരണം ഈ മൺകുടാരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ, ഈ മൺകുടാരത്തിലായിരിക്കുമ്പോൾ നീ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ സമയങ്ങളും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ കഴിവുകളും നീ മുറിക്കപ്പെടണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. സ്വർഗത്തിൽ നിക്ഷേപം നീ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി വെച്ചാലും, പഴയതുപോലും കീറി പറഞ്ഞാലും, അത് ദ്രവിച്ചു പോയാലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ എല്ലാം കൂടെ കെട്ടിപ്പെടുത്തി വെക്കുമ്പോൾ നിന്റെ ശവപ്പെട്ടിക്കകത്തിടാൻ ഒരു തുണി പോലും കാണത്തില്ല. നീ നഗ്നനായിട്ട് വന്ന് നഗ്നനായിട്ട് തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് നീ ആകുന്ന മൺകുടാരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ബലിപീഠം ഉണ്ടാക്കണം. അതിന്മേൽ ആടുകളെയും കാടുകളെയും ദഹന ബലിയാക്കണം എന്ന് പറഞ്ഞ നീ ഒരു യാഗമാകണം. ആ ആട്, ആ കാളക്കുട്ടി, ആ ആട്ടിൻകുട്ടി നീയാണ്. ദൈവ കുഞ്ഞാടെ, ദൈവത്തിന്റെ മക്കളെ, നീ മറ്റുള്ളവർക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിന്റെ ജീവിതം മുറിക്കപ്പെടണം. അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ നീയാണ് നിന്റെ സമയങ്ങൾ മുറിക്കപ്പെടണം. ദൈവകാര്യത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും.
നീ സ്വയം നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി സ്വാർത്ഥമോഹത്തോട് ജീവിക്കാതെ, അത് ജഡമോഹമാണ്. അത് സ്വാർത്ഥമോഹത്തോട് ജീവിക്കാതെ ദൈവസന്നിധി നീ മുറിക്കപ്പെടുന്നത് എന്നാണോ അവിടെ നീ യാഗമാകുകയാണ്. അതാണ് മൺകുടാരത്തിൽ ഒരു ബലിപീഠം, മൺകുടാരം കൊണ്ടൊരു ബലിപീഠം. ഞാനാണ് മൺകുടാരം. എന്നിലെ ബലി അർപ്പിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് യാഗമാകണം, മുറിക്കപ്പെടണം. മൂന്നാമത് നമുക്കറിയിക്കണം, പങ്കുവെക്കലാണ്. അപ്പോഴാണ് നിനക്ക് സമാധാനം കിട്ടുക. അതാണ് സമാധാന ബലി. 3 ബലികളെ അവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന്, ബലിപീഠത്തില് നീ ആകണം മൺകുടാരം, ബലിപീഠം നീ ആകണം. യാഗമാകേണ്ടത് നീ തന്നെയാണ്. ആടുകളും അവിടെ കാളകുട്ടികളും ദഹനബലി എന്ന് പറഞ്ഞ യാഗമാകേണ്ടത് നിന്നിലാണ്. നീയാ മുറിക്കപ്പെടേണ്ടത്. മൂന്നാമത് സമാധാന ബലി. അതാണ് അങ്ങനെ സമാധാന ബലി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം. അതെ, പ്രഭാഷകൻ 35 1 വായിച്ചാൽ മതി. പ്രേമല്ല, സമാധാനത്തോടു കൂടി കഴിയാൻ വേണ്ടി നീ അവിടെ ശൂന്യാവസ്ഥയിലാകണം. നീ എത്രത്തോളം ഉന്നതനാണോ അത്രത്തോളം. അപ്പൊ യാഗമായി ദൈവത്തിൻ്റെതായി മാറണം. കാര്യം ഈ കൂടാരത്തിൽ ഒരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ഈ മണ്ണ് മണ്ണോട് ചേർന്ന്, വീണ്ടും വീണ്ടും പറയാം, മണ്ണ് മണ്ണോട്, പൊടി പൊടിയോട് ചേരേണ്ടിയവന്. മനുഷ്യ, നിന്നെ പൊടിയിൽ നിന്നാണെന്ന് പറയും, നീ പൊടിയിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ലോകത്തിൽ അഹങ്കരിക്കുകയോ വെട്ടിപ്പിടിച്ചെന്നുള്ള അഹംഭാവോ എല്ലാം ഉണ്ടാക്കിയെന്നുള്ള ചിന്തകളൊന്നും വേണ്ട. മരണം വരും ഒരു നാൾ, എല്ലാം വിട്ടുപോകേണ്ടവനാണ്. എന്നാൽ നീ നല്ല പ്രവൃത്തികൾ ചെയ്താൽ തലമുറകളോളം അത് അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നീ അധ്വാനിച്ചുണ്ടാക്കിയത് അതിൽ സമ്പത്ത് അനുഗ്രഹമായിട്ട് മാറും. ദൈവം അനുഗ്രഹിച്ചതായിരിക്കും. മൂന്നാമത് പറയുകയാണ്, അവിടെ പറയുകയാണ് എന്താണ്? 3 ബലിയർപ്പണങ്ങൾ നടന്നു കഴിയും. നിന്നിൽ 3 ബലിയർപ്പണം. ഒന്ന് കാഴ്ചയായി, യാഗമായി, പിന്നെ നീ ദൈവത്തിൻ്റെതായി മാറിക്കഴിയണം. അതാണ് മൺകുടാരം കൊണ്ട്, മണ്ണുകൊണ്ടുള്ള ഒരു ബലിപീഠം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. അവിടെയാണ് ദൈവം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാ, എന്റെ നാമം അനുസ്മരിക്കാൻ, അതാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം, അതാണ് നമ്മളല്ല ഇടവരുത്തുന്നത്. എന്റെ നാമം അനുസ്മരിക്കാൻ, എന്റെ നാമം ഓർക്കാൻ, എന്റെ നാമം എടുക്കാൻ നിനക്ക് അവസരം തരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഏത് നിമിഷവും ദൈവം നമുക്ക് കഷ്ടപ്പാടിലെ, രോഗങ്ങളിലെ, വേദനയിലെ, ഒറ്റപ്പെടില്ല. ദൈവം ഒരു മൺകുടാരം നിനക്ക് തന്നിട്ട് ആ മൺകുടാരത്തിൽ നീ അനുഭവിക്കുന്ന വേദനകളില്, നിന്റെ കഷ്ടപ്പാടില്ല, നിന്റെ വേദനയില്ല, ഒറ്റപ്പെടില്ല. ദൈവം തമ്പുരാൻ അനുസ്മരിക്കുന്ന ദൈവത്തിന്റെ നാമം നീ അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അവിടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18-20 പറയുന്നു, മാത്യു ചാപ്റ്റർ 18:20. അതാണ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അതാണ് എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന് ഞാൻ അനുഗ്രഹിക്കും. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത്, ദൈവം പറയാം, ഞാൻ ഇടവരുത്തുന്ന സ്ഥലം. അതുകൊണ്ട് അപകടമായിരിക്കാം, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, നഷ്ടപ്പാടായിരിക്കാം, പട്ടിണിയായിരിക്കാം, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. അവിടെ നീ ദൈവത്തിനെ മഹത്വപ്പെടുത്തി നീ ഒരു ബലിയാകുമ്പോൾ നീ ഒരു ശൂന്യാവസ്ഥയിലാകണം. നീ ആരായിരുന്നാലും അവിടെ ശൂന്യാവസ്ഥയിൽ ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച് പ്രാർത്ഥന ജീവിതമായിട്ട് നയിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നാ പറഞ്ഞത്. നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാ പറഞ്ഞ 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന എവിടെയും, കർത്താവ് ഇടയാക്കുന്ന സ്ഥലം നമുക്കറിയാം. 2 3 പേര് കൂടുന്ന സ്ഥലം, പ്രാർത്ഥനാ സ്ഥലം, വചന പ്രഘോഷണ സ്ഥലം, വിശുദ്ധ കുർബാനയുടെ സ്ഥലം, വിവാഹം എന്ന കുദാശയുടെ സ്ഥലം, മാമോദിസ എന്ന കുദാശയുടെ സ്ഥലം. ആ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കും. അപ്പൊ മാമോദിസയിൽ അനുഗ്രഹം തരുന്ന ദൈവമാ, വിവാഹം എന്ന കുദാശയിൽ അനുഗ്രഹിക്കുന്ന ദൈവമാ, കുംഭസാരത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവമാ, വൈദികനല്ല. അവിടെ എന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്നെന്നാ പറഞ്ഞത്. ഞാൻ അനുവദിക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. ഉറപ്പ് തരിക, ഉണ്ട് മക്കളെ, ഉണ്ട്. ഈ പ്രാർത്ഥന സ്ഥലത്തുണ്ട്. എന്താണ്? വീണ്ടും പറയുകയാണ്, അവിടുത്തെ നാമം വീണ്ടും പറയുകയാണ്. യോഹന്നാൻ 15:16 നമ്മൾ കേട്ടിട്ടുള്ളവൻ. ഇതാണ്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അവസരം തരുന്നിടത്തെല്ലാം ഞാൻ അങ്ങടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പൊ ഞാനാണ് നിങ്ങളെ നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് കർത്താവ് പറയുക,
നിങ്ങളെ ഞാനാണ് തെരഞ്ഞെടുത്തത്, നിങ്ങളല്ല എന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3 ബലികൾ നിന്നിൽ അർപ്പണം, നീ സമർപ്പണം നടത്തണം, അർപ്പണം, അതാണ് ബലിപീഠം. രണ്ടാമത് നീ യാഗമാകണം, മൂന്നാമത് ശൂന്യാവസ്ഥയിലാകണം. ദൈവത്തിനെല്ലാം ദൈവത്തിൻ്റെതായി മാറുമ്പോൾ അവിടെയെല്ലാം ദൈവം, നീ അനുഗ്രഹിക്കുമ്പോൾ നീ ഒരു അനുഗ്രഹമായിരിക്കും. കാരണം നീ അനുഗ്രഹിക്കുന്നിടത്ത് കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു. അതുപോലത്തെ ഒരു മറുഭാഗമാണ് ഇത്. നീ അനുഗ്രഹിക്കുമ്പോഴേ കർത്താവ് നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും, അത് അനുഗ്രഹമായിട്ട് മാറും. അപ്പൊ ഒന്ന്, നീ ബലിപീഠമാകണം. 2, നിന്നിലാണ് ഇതെല്ലാം നടക്കേണ്ടത്, ബലിയർപ്പണം നിന്നിലാണ് നടക്കേണ്ടത്. 2, നീ യാഗമാകണം, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം മുറിക്കപ്പെടണം. 3, നീ ദൈവത്തിൻ്റെതായി മാറണം. അപ്പോൾ ദൈവം എന്നെ അനുസ്മരിക്കാൻ ഇടയാക്കുന്നിടത്തെല്ലാം നീ അനുഗ്രഹമായിട്ട് മാറും. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം വന്ന്. അടുത്ത വചനം പറയുകയാണ് 1 കൊരിന്ത്യസ് 5:4-5 വചനം പറയുക. അവിടെയും 1 കൊരിന്ത്യസ് 5-ാം അതാ 4-5 വചനത്തിൽ വ്യക്തമായിട്ട് വിളിച്ചു പറയുക, എന്റെ നാമം എടുത്ത് ഉപയോഗിച്ചോളാൻ. നീ എവിടെല്ലാം എന്നെ അനുസ്മരിക്കാൻ ഇടയാക്കുന്നു, എന്റെ നാമം എടുത്ത് ഉപയോഗിച്ചോളാൻ. ഈ പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും, ഇവിടെ നാമമാണ്, നാമം അനുസ്മരിക്കാൻ നിനക്ക് അവസരം തരിക. നിന്റെ ഭർത്താവിനെ, നിന്റെ മക്കളെ എന്റെ നാമം എടുത്ത് ഉപയോഗിച്ചോളാനാ പറയുന്നത്. കണ്ട, ഈ പ്രവൃത്തി നമ്മുടെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിലും എന്റെ ആത്മീയ സാന്നിധ്യത്തിലും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യനെ, അവന്റെ അധമ വരാൻ ഇല്ലായ്മ ചെന്നെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവന്റെ ആത്മാവ് ആ യേശുവിന്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കും. അപ്പൊ അവന്റെ എല്ലാ അധമ വികാരം, അവന്റെ മദ്യപാനം, അവന്റെ അനുസരണക്കേട്, വിശ്വാസക്കുറവ്, പള്ളി കയറത്തില്ല എന്നും പറഞ്ഞ് അവിടെ നീ ഒരു ബലിയായി, നീ ഒരു യാഗമായി, നീ ദൈവത്തിൻ്റെതായി മാറുമ്പോൾ നീ എന്നെ അനുസ്മരിക്കാൻ ഇടയാക്കുന്നിടത്ത് ഞാൻ നിന്നെയാണ്. അപ്പൊ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അതൊരു അനുഗ്രഹമാകും. നീ ഒരു അനുഗ്രഹമാകുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒരു കാരണവശാലും മടുപ്പ് തോന്നരുത്. അടുത്ത വചനം പറയാ, അപ്പോസ്തലന്മാരുടെ നമ്മൾ ഇപ്പം പാട്ട് കേട്ടു, 4-ാം അധ്യായത്തിലെ 12-ാമത്തെ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേളിൽ നിങ്ങൾക്ക് രക്ഷയ്ക്കായിട്ട് യേശു നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ യേശു നാമത്തിന് ഭയങ്കര ശക്തിയാ. എന്റെ നാമം ഉച്ചരിക്കാൻ, അനുസ്മരിക്കാൻ ഇടയാക്കുന്നത് ഞാൻ അങ്ങടെ അടുത്ത് വന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ പറയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മേളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നിങ്ങൾക്ക് രക്ഷയ്ക്കായിട്ട് തന്നിട്ടില്ല. നമ്മുടെ യേശുവിന്റെ നാമം എടുക്കണം, യേശുവിന്റെ നാമം എടുക്കണം. അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറയുന്നത് അവരുടെ പേരെടുത്ത് ആ നാമം എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അനുഗ്രഹം കിട്ടുന്നത്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ എന്ന് പറയുമ്പോൾ അവരുടെ 3 പേരെ നാമം എടുക്കണം. നാമം എന്ന് പറയുന്ന പേരാ. എന്താണ് ഇവരുടെ പേര്? പലയിടത്തും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നാമത്തിൽ ചോദിച്ചാൽ എന്തും കിട്ടും, എന്തും സാധിക്കും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 15 വരെ അങ്ങനെ നിങ്ങൾ എന്റെ നാമത്തെ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും. കാര്യം എന്റെ നാമം എടുക്കുന്നിടത്തിന്റെ മധ്യത്തിൽ ഞാനുണ്ട്. അവിടുത്തെ നാമം വചനമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം വചനമാണ്. ആദ്യം വചനമുണ്ടായിരുന്നു, അത് പിതാവാ. അത് ദൈവത്തോട് കൂടിയായിരുന്നു, അത് ദൈവമായിരുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. വചനം എവിടെ പറയുന്നോ അവിടെ ദൈവം അടുത്ത് വന്ന് നിന്റെ അടുക്കൽ വന്ന് അനുഗ്രഹിക്കും. നമ്മുടെയൊക്കെ വിചാരം വിശുദ്ധരുടെയും പുണ്യവാളന്മാരുടെയൊക്കെ നൊവേനകൾ അത് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മളെ യേശുവിന്റെ നാമമോടെ പ്രഘോഷിക്കുമ്പോൾ, യേശുവിന്റെ നാമം അനുസ്മരിക്കുമ്പോൾ, അതാണ് അവിടെ അനുസ്മരിക്കുമ്പോൾ ഈ നീതിമാന്റെ അല്ലെങ്കിൽ ഈ വിശുദ്ധന്റെ ശിരസിൽ അനുഗ്രഹം കുടികൊള്ളുന്നത് കൊണ്ട്, ദൈവത്തിന്റെ നാമം അവിടെ എടുത്തിടുന്നത് കൊണ്ട്, വചനപ്രഘോഷണം നടക്കുന്നത് കൊണ്ട്, അവിടെ വചനപ്രഘോഷണം നടക്കുന്നുണ്ട്. വിശുദ്ധ ബലി കർത്താവിന്റെ നാമമാ, കർത്താവിന്റെ നാമത്തിലാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധരുടെ നൊവേനകളിലെ അനുഗ്രഹം വരുന്നതിന്റെ കാരണം അതാ. പരിശുദ്ധ അമ്മ അവിടുത്തെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയിൽ ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ നാമമുണ്ട്. ദൈവനാമം വഹിച്ചവൾ ഭാഗ്യവതിയായി മാറി. വചനം നാമമാണ്. അതുകൊണ്ട് വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വചനം പറയുന്നത് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പൊ എവിടെ ദൈവവചനം പറയുന്നുവോ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഞാൻ നിന്റെ അടുത്ത് വന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ദൈവവചന പ്രഘോഷണത്തില്
രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ ഇന്ന് നമ്മുടെ മധ്യത്തിൽ യേശു ഉണ്ട്. കാര്യം വചനം ദൈവമാണ്. ആ വചനം ദൈവത്തിന്റെ നാമമാണ്. ദൈവം തന്നെയാണ്. ദൈവത്തോടു കൂടിയായിരുന്നു. അതാ നിങ്ങളോട് പ്രഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ കരങ്ങൾ, രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല. വചനം പറയുമ്പോൾ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളുടെ ഭവനത്തിലേക്കും യേശു അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വിശ്വാസത്തെ വളർത്തിയെടുക്കണം. നീയാകുന്ന മൺകുടാരത്തിൽ ബലിയർപ്പണം നടക്കണം. നീ തന്നെ സമർപ്പിക്കണം. പരിശുദ്ധ മറിയം വചനത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചപ്പോൾ ഭാഗ്യവതിയായി മാറി. അതുകൊണ്ടാണ് മാതാവിന്റെ പേരെടുക്കുന്നിടത്തെല്ലാം ദൈവം അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്നത്. മാതാവല്ല അനുഗ്രഹിക്കുന്നത്. മാതാവിലെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, ദൈവനാമമുണ്ട്. അത് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ ഭാഗ്യവതിയായി മാറി. അതുകൊണ്ടാണ് മാതാവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അനുഗ്രഹം തരുന്നത് ദൈവമാ. മാതാവ് ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ മാതാവിലെ ദൈവത്തിന്റെ വചനം. കാര്യം ആ മൺകുടാരം ഒരു ബലിയായിട്ട് മാറി, ബലിപീഠമായി മാറി. യേശുവിനെ ഈ ലോകത്തിലേക്ക് വരാൻ ഒരു ബലിപീഠമായി. ഇതാ അവിടുത്തെ ദാസി, അവിടുത്തെ വചനം എന്നെ നിറവേറട്ടെ. തന്നെ സമർപ്പിച്ചവൾ അതാ അവിടെ യാഗമായി. ഗർഭത്തില് പുരുഷനെ അറിയാതെ ഗർഭം ധരിച്ചു, യാഗമായി. എന്തൊരു പീഡനങ്ങളായിരുന്നു, എന്ത് ക്ലേശങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെതായി മാറി. അതാ ദൈവമാതാവ് എന്ന് നമ്മളൊക്കെ പറയും. ദൈവത്തിൻ്റെതായി മാറി. ദൈവത്തിന്റെ അമ്മ, ദൈവമാതാവ്. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഉദരത്തിൽ വഹിച്ചവൾ. അതാ രക്ഷകനെ പിറക്കാൻ തന്നെ ബലിയായിട്ട് സമർപ്പിച്ചവൾ ഭാഗ്യവതിയായി മാറി. അതുകൊണ്ട് മാതാവിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം കിട്ടുന്നത്. മാതാവ് അല്ല അനുഗ്രഹിക്കുന്നത്, മാതാവിൽ വചനമുണ്ട്. യേശുവിന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ തിരുവചനം അതാ. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാമത്തെ വചനം. പത്രോസും കൂട്ടരും എല്ലാം നടന്നു പോയപ്പോൾ ആ സുന്ദര കവാടത്തിന്റെ ദേവാലയത്തിന് മുന്നിലെ ഒരു മുടന്തിരിക്കുക. അവര് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദര കവാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുടന്തിരിക്കുക. പത്രോസിനോടൊക്കെ അവരെ നോക്കിക്കൊണ്ട് അവൻ യാചിച്ചു. അവര് നിന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കണ്ട ഇവൻ യാചിച്ചത്. അവരൊന്ന് നിന്നപ്പോഴത്തേക്ക് അവന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു, ഇപ്പൊ കിട്ടും എന്ന്. പക്ഷെ പത്രോസ് അവിടെ പറയുന്ന ഇതാ, സ്വർണമോ വെള്ളിയോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കണ്ടോ, വാക്കുകൾ നോക്കണം. ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, നിനക്ക് തരാം. അവനെന്തെങ്കിലും കിട്ടുമെന്ന് കണ്ടായിരുന്നു അവര് നിന്നപ്പോ അവന് അത്യാഗ്രഹം എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ അത്യാഗ്രഹം ദുരാഗ്രഹമല്ലായിരുന്നു, അത്യാഗ്രഹമായിരുന്നു. എന്തെങ്കിലും കിട്ടും, കാര്യം വലിയ മനുഷ്യരല്ലേ. അപ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹത്തെക്കുറിച്ചും അത്യാഗ്രഹത്തെക്കുറിച്ചും ദുരാഗ്രഹത്തെക്കുറിച്ചും ഞാൻ ക്ലാസ് എടുത്തതാ, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എല്ലാരും ചിലരൊക്കെ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചായിരുന്നു, ഏതാ ഇതിലെ നല്ലതെന്ന്. ആഗ്രഹം നല്ലതാ. സക്കിയോസ് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. അത്യാഗ്രഹം നല്ലതല്ല, ദുരാഗ്രഹവും നല്ലതല്ല. ഇതെല്ലാം നാശത്തിലേക്ക് പോകും. ആഗ്രഹം, മനുഷ്യന്റെ ആഗ്രഹം ദൈവം സഫലമാക്കും. അതുകൊണ്ട് ആഗ്രഹം നല്ലതാ. അത്യാഗ്രഹം പാടില്ല, ദുരാഗ്രഹവും പാടില്ല. അതാ ഇവിടെ പറഞ്ഞ ഈ മുടന്തൻ എന്തെങ്കിലും കിട്ടുമെന്ന് അവന് ആഗ്രഹിച്ചു. അപ്പോഴാ പത്രോസ് തിരിഞ്ഞെന്ന് പറഞ്ഞത്, എന്റെ മോനെ, ഞങ്ങളുടെ കയ്യിലെ സ്വർണവും വെള്ളിയും പണവും ഒന്നും ഇല്ല, പക്ഷെ ഞങ്ങൾക്കിടയിൽ ഉള്ളത് നിനക്ക് ഞങ്ങൾക്ക് തരാം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവിടെ അത്ഭുതം നടന്നു. യേശുവിന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കുന്നതിന് എന്നെ അടുത്ത് വന്ന് ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞു. ഇത്രയും വർഷം നടക്കാൻ പറ്റാതിരുന്ന മകനെ മുടന്തനായ മനുഷ്യനോട് പറയുക, നീ എഴുന്നേറ്റ് നടക്കേ. കണ്ടോ, അവനുണ്ടാക്കിയ സമ്പത്തോ അവന് കൊടുത്ത് കിട്ടിയതും അവൻ അധ്വാനിച്ചതും അവൻ യാചിച്ചതും എല്ലാം അവനെ രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കിയ അടുത്ത് വന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞ മുടന്തനായ മനുഷ്യൻ ചാടി എഴുന്നേറ്റു. അവന്റെ സന്തോഷം. ഒരു ഡോക്ടറെ കൊണ്ട് മരുന്ന് കൊണ്ടും പറ്റാത്ത പല രോഗങ്ങളും കർത്താവിന്റെ നാമം എടുത്ത് ഉപയോഗിച്ചാൽ അനുഗ്രഹം. അതാണ് വചനം. അതിന് തക്കതായ വചനം ബൈബിളിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, വീട് പണിക്ക് തക്കതായ വചനമുണ്ട്. അത് ധ്യാനത്തിൽ സംബന്ധിക്കുന്നവർക്ക് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പേൻ തലയിലുണ്ട്, പേനെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും വചനമുണ്ട്. മുടി കൊഴിച്ചലിന് വചനമുണ്ട്. എല്ലാത്തിനും വചനമുണ്ട്.
ആ നാമം ഉച്ചരിക്കാൻ ഇടയാക്കുന്നിടത്ത് ദൈവം അടുത്ത് വന്ന് നിന്നെ അനുഗ്രഹിക്കും. ജോലി കിട്ടാൻ അതിനും വചനം വേണം. വചനം കേൾക്കാൻ തയ്യാറല്ല. ഇങ്ങോട്ട് പോരട്ടെ എന്ന് അനുഗ്രഹം. ആ ദൂരത്ത് തന്നെ പോല അനുഗ്രഹം ചോദിച്ച് മേടിച്ചാല് അതിന്റെ പിന്നാലെ മാരക രോഗം വരുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 105-ാം സങ്കീർത്തനം 15-ാമത്തെ വചനമൊക്കെ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാ. 106-ാം സങ്കീർത്തനത്തിലെ. പ്രിയമുള്ളവരെ, അവർ ചോദിച്ചത് അവർക്ക് കൊടുത്തു. എങ്കിലും അവരുടെ ഇടയിലേക്ക് ദൈവം പറഞ്ഞു മാരക രോഗം കൂടെ ഞാൻ അയക്കുമെന്ന്. നമ്മൾ എന്തിനാ ചോദിക്കുന്നത്? കർത്താവിന്റെ നാമം ഉച്ചരിച്ചാൽ മതി. ആ വചനം എടുത്ത വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. വചനം എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹം നിശ്ചയം. കാരണം കർത്താവ് പറഞ്ഞു, എന്റെ നാമം അനുസ്മരിക്കാൻ ഇടയാക്കുന്നത് ഞാൻ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആ വചനത്തിന് മാറ്റമില്ല. ആ വചനം അറിയണം. വിവാഹം നടക്കാത്തതിന്റെ വചനം പറഞ്ഞ് ഉരുവിടണം. അത് തന്നെ ഉരുവിടണം. അനായാതിന്റെ ഒക്കെ വിധവ എന്ന പോലെ എപ്പോഴും കൂടെ ശല്യപ്പെടുന്നത്. ആ വചനം കൂടെ പറയുന്ന സുഹൃത ജപം എന്ന് പറയും. കൂടെ ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സുഹൃതയം. വീടില്ലാത്തതിന് വീട് കിട്ടും. വസ്തു വിൽക്കണ വസ്തു വിൽപ്പനയുടെ വചനമുണ്ട്. ചൊറിച്ചിലിന്റെ വചനമുണ്ട്. നഖത്തിന്റെ വചനമുണ്ട്. മക്കൾ ഉണ്ടാകാനുള്ള വചനമുണ്ട്. വിവാഹം നടക്കാനുള്ള ഒന്നിനും വചനം ഇല്ലാത്തില്ല. പക്ഷെ എന്താണെന്നറിയോ? യെശയ്യാ 36:16 കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കണം. ഇവയിൽ ഒന്നും കാണാതിരിക്കത്തില്ല. ഒന്നിനും ഇണവചനം ഇല്ലാതിരിക്കത്തില്ല. എല്ലാത്തിനും വചനമുണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ. ഒരു മകൾ എൻ്റെ ഒക്കെ പറഞ്ഞു, ബ്രദറെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു, പക്ഷെ എന്റെ മുലപ്പാല് ഇല്ല, കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല, കുഞ്ഞ് കരച്ചില്ല, മറ്റുള്ള പാല് കുടിക്കുന്നുമില്ല, മുലപ്പാലില്ല എന്ന് പറഞ്ഞു. കാര്യം പ്രസവിച്ച അമ്മയ്ക്ക് മുലപ്പാല് ദൈവം തമ്പുരാനാ കൊടുക്കുന്നത്, അല്ല വേറെ ആരും അല്ല. അതിൽ കൂടി പാല് വേണം. ഒരു വചനം ഞാൻ പറഞ്ഞു, അതേലെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കൊച്ചിന് ആ മുലപ്പാല് കൊടുക്കാൻ പറഞ്ഞു. കൊടുക്കാനായിട്ട് അങ്ങോട്ട് കൊച്ചു വലിച്ചപ്പോൾ പാല് കിട്ടി, കൊച്ചിന്റെ കരച്ചിൽ മാറി. ആ വചനം ഏതാ ബ്രദറെ എന്ന് പറഞ്ഞു. എത്ര വചനം ഉണ്ടെന്ന് അറിയോ? വേണ്ട, നിസാരം ഒരു വചനം ഞാൻ പറയാം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, നിന്നെ വധിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും എത്ര ഭാഗ്യമുള്ളവ. കണ്ടോ? മുലയുടെ കാര്യം അതിൻ്റെ അകത്ത് എഴുതിയിട്ട്. ഇതിലൊന്നും കാണാതിരിക്കത്തില്ല. കർത്താവിന്റെ ഗ്രന്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മുടെയൊക്കെ വിചാരം നാണക്കേടാണോ ഇത് പറയുന്നത്? ഇത് അവഗണനമാണോ? പരിഹാസമാണോ? ഒന്നുമല്ല പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ വിശുദ്ധ ബൈബിളിൽ ഹോളി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അശുദ്ധമല്ല. ദൈവത്തിന്റെ വചനം അതാത് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാ. നമ്മുടെ ശരീരത്തെ വാർത്തെടുത്ത ദൈവം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ വാർത്ത ദൈവമാ. ഇവയെല്ലാം സുഖപ്പെടുവാൻ തക്ക വിധം ഇതിന്റെ ഉള്ളിൽ വചനമുണ്ട്. വചനം അത് കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക. ഇവയിൽ ഒന്നും കാണത്തില്ല, ഒന്നിനും ഇണയത്തില്ല. കർത്താവിന്റെ അതരം സംസാരിച്ചു. കർത്താവിന്റെ ആത്മാവാണ് ഇവയെ കൂട്ടിച്ചേർക്കുന്നത്. പക്ഷെ ആത്മാവിന്റെ പ്രവർത്തനം വേണം കൂട്ടിച്ചേർത്ത് വായിക്കാൻ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നാളെ നമുക്ക് ധ്യാനമുണ്ട്. മടുപ്പ് തോന്നാതെ ദൈവസനെ കയറി വരിക. പക്ഷെ എപ്പോ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ നാമം എടുത്ത് ഉപയോഗിക്കണം. വചനം പറയണം. ഏത് കാര്യത്തിനും അതിൻ്റെതായ വചനമുണ്ട്. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും നിന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ നിന്റെ ആ നിയോഗം ദൈവം തള്ളിക്കളയത്തില്ല. കാര്യം വചനത്താലാണ് നീ ആ നിയോഗം ദൈവസന്നിധി കൊടുത്തിരിക്കുന്നത്. വചനം ദൈവമാണ്, വചനം ദൈവത്തിൻ്റെതാണ്, വചനം ദൈവമാണ്. വചനത്തിൽ കൂടി പറഞ്ഞ ആ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഏത് കാര്യവും വചനത്തിൽ കൂടിയുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ അതിന് തക്കതായ വചനം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ അവിടെ കർത്താവ് അടുത്ത് വന്ന് നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ നമ്മൾ വിജയം വരിക്കും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനങ്ങളെ തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, ഈ നിമിഷം വരെ ഞങ്ങൾ കേട്ടു. ഞങ്ങളെ ഓരോ പ്രാവശ്യം പുതിയ സന്ദേശങ്ങളിൽ കൂടിയാണല്ലോ ഞങ്ങളെ നയിക്കുന്നത്. അത് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർക്കുന്നതാണല്ലോ. ഈ വചനങ്ങളൊക്കെ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും കർത്താവെ വചനം ഉണ്ടല്ലോ. അത് വചനം കേൾക്കാൻ വരുമ്പോഴാണ്. ധ്യാനം കൂടണം. വചനം കേൾക്കാൻ ഇതിലെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഇതിൽ സംബന്ധിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വചനങ്ങളും
അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു തൈലമായി, ഒരു ഔഷധമായി വചനപ്രഘോഷകരുടെ ആദരങ്ങളിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുക. അത് പലർക്കും സൗഖ്യങ്ങൾ നൽകുന്നു, പലർക്കും ആശ്വാസം നൽകുന്നു, പലരുടെയും പ്രശ്നങ്ങൾ മാറുന്നു, പലരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നു. ഇവയെല്ലാം തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യത്തിൽ അങ്ങുണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങുണ്ട്. ഇന്ന് കയറിയിരിക്കുന്ന ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും, കാനഡയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും, ന്യൂസിലൻഡിൽ നിന്നും, ഖത്തറിൽ നിന്നും, സൗദിയിൽ നിന്നും, ദുബായിൽ നിന്നും ഒക്കെ ഇതിൻ്റെ അകത്ത് ആൾക്കാർ കയറിയിട്ടുണ്ടല്ലോ. ന്യൂസിലൻഡിൽ നിന്നുമുണ്ട്, അയർലൻഡിൽ നിന്നുണ്ട്. കർത്താവെ, സ്വദേശത്തും വിദേശത്തും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലുമായി ഇതിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കണക്ഷനും അനേക വ്യക്തികൾ ഓരോ കണക്ഷനിലും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഒരു കണക്ഷനിൽ കർത്താവെ ഒന്നിലധികം പേര് കേട്ടോണ്ടിരിക്കുക. ഇവരുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരുടെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നിറവേറ്റണമേ. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ നാമം ഉച്ചരിക്കാൻ ഇടയാക്കുന്നിടത്തെല്ലാം അവിടുന്ന് അടുത്ത് വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഇവരെ ഏതാവശ്യമായിട്ടാണ് അങ്ങയുടെ തിരുമുമ്പാകെ കയറിയിരിക്കുന്നത്. കർത്താവെ, ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, എന്റെ ആവശ്യങ്ങൾ ഏറ്റവും അടുത്ത് അറിയുന്ന തമ്പുരാന്റെ കരങ്ങളിൽ ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന് പാത്രമായി, അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന മേഖലയുടെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവിന്റെ അനുഗ്രഹം ഇവരുടെ മേലേക്ക് ഉരിയട്ടെ. കർത്താവെ, ആന്റണി ബ്രദറെ കൂടി പറഞ്ഞത്, ഞാൻ തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ഞാൻ അടയ്ക്കുന്ന വാതിൽ ആർക്കും തുറക്കാമല്ല. അതിന്റെ താക്കോൽ കൈവശമുള്ളവന് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്ഷയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം നാം ഓരോരുത്തരുടെ മേലും പ്രാർത്ഥിച്ചല്ല നിങ്ങളുടെ മേലും ഇനി നടക്കാൻ പോകുന്ന എല്ലാ ധ്യാനത്തിന്മേലും കർത്താവെ, അങ്ങയുടെ സഹവാസം എല്ലായ്പ്പോഴും എല്ലാ മക്കളുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ ധ്യാനമുണ്ട്. മടി കൂടാതെ കയറി വരിക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ശുഭരാത്രി, നല്ല നിദ്ര ദൈവം തരട്ടെ. നമുക്ക് നന്ദി പറയാം. ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. നീ മണ്ണാകും, മണ്ണിലേക്ക് തന്നെ മടം. ജീവിക്കുന്ന അർത്ഥത്തോളം കാലം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാൻ, അത് സുഖമായാലും ദുഃഖമായാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി, ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ആഘാതമായ വിശ്വാസം, കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തോട് നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി പറയാം. ഈശോ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ.